നമ്മുടെ തോട്ടത്തിലെ കാപ്പിവറി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഞാൻ നമ്മുടെ പശുക്കള പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് തോട്ടത്തിലേക്ക് ഇങ്ങനെ ഇറങ്ങിയതാണ്. നാസർക്കും ബീക്കിലൊക്കെ കാപ്പി പറിക്കുന്നുണ്ട്. അപ്പൊ എവിടെയൊക്കെ പഴുത്തത്, ഇവിടെയൊക്കെ നല്ല പഴുത്തിട്ടല്ലേ, എവിടെയൊക്കെ പഴുത്തതെന്ന് അറിയുമ്പോൾ തന്നെ ഇതൊക്കെ നല്ല മുന്തിരിയൊക്കെ മാറിയിരിക്കണം. ഇപ്പൊ കറുത്ത മുന്തിരി ഇല്ലേ, അതുപോലെ ആയിട്ടുണ്ട്. ഇപ്പൊ പഴുത്ത ഭാഗങ്ങൾ നോക്കി ഇങ്ങനെ പോവാണ്. എന്നാല് നാസർക്കാക്കൊക്കെ പറഞ്ഞു കൊടുക്കാനാണ്. ഇപ്പൊ ഈ സമയത്ത് നമ്മൾ പറിക്കുമ്പോഴേ പഴുത്തത് മാത്രം തെരഞ്ഞു പറയാട്ടോ. ഇതാ ഒരാൾ ചെറിയ കൈക്കൊട്ടൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ലീവ് ആയതുകൊണ്ട് രാവിലെ തന്നെ എത്തിക്കണ്. എന്നാ കൊട്ടെന്നാ കെങ്ങന്റെ പരിപാടി എന്താ? എന്താ മുണ്ട? കെങ്ങന്റെ പരിപാടി കാപ്പി പെറുക്കലാണ്. അപ്പൊ ഇങ്ങനെ തോട്ടത്തിൽ വീണ് കിടക്കുന്നത്, പിന്നെ നാസർക്കും പീക്കിലൊക്കെ പറിക്കുന്ന ഷീറ്റിന് തെറിക്കുന്ന ഒക്കെ ഒന്ന് പെറുക്കി തരാന്ന് പറഞ്ഞിട്ടാണ് ആളിന്ന് വന്നിട്ടുള്ളത്. ഒന്ന് കെങ്ങ ഓരോരുത്തർക്ക് അങ്ങനെ പോയിക്കോ, ഓരോ അപ്പുറം ഉണ്ട് കേട്ടോ. ആയിക്കോട്ടെ, കെങ്ങ പോയി. ഇതൊക്കെ ഞങ്ങള് പഴുത്ത് തെരഞ്ഞ് നോക്കാൻ വേണ്ടി വന്നപ്പോ ഏകദേശം എല്ലാ ഭാഗം പഴുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ പഴുത്താവും ഞങ്ങളെ. എന്തായാലും കാപ്പിയൊക്കെ ഒരുമിച്ച് തന്നെ സെറ്റായി. മറ്റേത് 2 ഘട്ടമായിട്ടൊക്കെ നമുക്കിങ്ങനെ പഴുത്ത് വരലുള്ളത്. അതുപോലെ തന്നെയാണ് നമ്മൾ പറയൂ കേട്ടോ. ഇതെങ്ങോട്ടൊക്കെ പച്ച കാണിച്ചു കൊടുക്ക്. ഇത് നമ്മളിവിടെ നിന്നല്ല, വയനാട്ടിൽ ഈ സമയത്ത് എല്ലാ തോട്ടത്തിലും ഇത് തന്നെയാണ് പരിപാടി, കാപ്പി പറി. ഇതുപോലെ പച്ചയുണ്ട്. പച്ചയാണ് ശരിക്കും കൂടുതൽ വരില്ല ആദ്യ പറയില്. ഇപ്രാവശ്യം പഴുത്തതും പച്ച ഏകദേശം സമായിട്ട് തന്നെ ആയി. പടക്കി പറിക്കാനും വയ്യ, എന്നാലും എന്ത് ചെയ്യും, പഴുത്തത് മാത്രം ഇപ്പം തെരഞ്ഞു പറിച്ചു വരികയാണ്. ചെറിയൊരു ഭാഗത്ത് കണ്ടില്ലേ, ഇവിടെ ഒരു മരം പഴുത്തിട്ടുണ്ട്. ഇതൊക്കെ നല്ല പച്ചയാണ്, ഇതൊക്കെ നല്ല കരിമ്പച്ചയാണ് കേട്ടോ. അതും പച്ച. അതിന്റെ അപ്പുറത്ത് പഴുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു 3 ചെടി വിട്ടിട്ട് അപ്പുറം പഴുത്ത് അങ്ങനെ വരുന്നുണ്ട്. ഇതൊക്കെ ഇനി ഒന്ന് പഴുത്തോണ്ട് ഇനി പെട്ടെന്ന് തന്നെ ഇവിടെയൊക്കെ പഴുത്ത് വേഗം തുടങ്ങുന്നത്. അതൊക്കെ ചെനപ്പ് വന്നിട്ടുണ്ട് കാപ്പി. നമ്മളിങ്ങനെ വന്നു നോക്കുന്നതിന്റെ ഒരു കാരണം, പഴുത്ത് കൂടുതൽ ഭാഗം ഉണ്ടെങ്കിലേ വേഗം പറിച്ചെത്തിയിട്ടില്ലെങ്കിൽ നല്ല വവ്വാലിന്റെ ശല്യമുണ്ട്. കുരങ്ങ് ഈ ഭാഗത്തേക്ക് അധികം ഇല്ല, കുരങ്ങ് നമ്മുടെ അപ്പുറം സൈഡിലാണുള്ളത്. അതുകൊണ്ട് അവിടുത്തെ പറയും 2 ദിവസമായിട്ട് അവിടെ പറിച്ച് തീർത്തിട്ടുള്ളത്. അവിടെ പഴുത്തൊക്കെ കൊണ്ട് പറിച്ചു പോകുന്നു. ഇന്ന് തോട്ടത്തിന്റെ ഈ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. അപ്പൊ വവ്വാല് നല്ല പരിപ്പാക്കും. ഇവിടെ കുറെ അങ്ങോട്ട് ചെന്ന് നമുക്ക് കാണിച്ചു തരാം, കുറെ പരിപ്പാക്കിയുണ്ട്. പക്ഷെ വന്നപ്പോൾ ഉള്ള ഒരു അവസ്ഥ എന്ന് പറഞ്ഞാല് എല്ലാ ഭാഗവും ഒരുപോലെ തന്നെ കൂടുതലാണ്, പഴുപ്പ് കൂടുതൽ തന്നെയാണ്. മറ്റേ നമ്മൾ ഫസ്റ്റ് പറയില്ല പറഞ്ഞല്ലോ, ഒരു കുറച്ച് പഴുത്ത് മാത്രം പറിച്ച് പിന്നെ അടക്കി പറക്കി വരുമ്പോഴത്തേനൊക്കെ ആവുള്ളൂ. ഇപ്രാവശ്യം നേരത്തെ കാപ്പി ആയിട്ടുണ്ട്. അങ്ങനെ വരാനുള്ള കാരണം ഒരേ സമയം കാപ്പി പിടിക്കുന്നതുകൊണ്ടാട്ടോ. നമ്മൾ പിടിച്ചു കിട്ടല് ഒറ്റ സമയം ആകുന്നതുകൊണ്ടാണ് നമുക്ക് ഒരേപോലെ ഇത് പഴുത്തും കിട്ടുന്നത്. അവിടെയൊക്കെ ആ ചെടിയിലൊക്കെ നല്ല പഴുത്തു അല്ലേ. പഴുത്ത് ഓവർ പഴുപ്പായി കഴിഞ്ഞാൽ കാപ്പിക്ക് വരുന്നതാണ് ഇതുപോലെ അങ്ങനെ കുരു ഇങ്ങോട്ട് തൊലി ഇങ്ങോട്ട് അലിത്തത് പോലെ വിള്ളൽ പോലെ വരും. അതൊക്കെ നല്ല പഴുപ്പായിട്ടാണ്. എന്തായാലും നമുക്ക് 2 ദിവസം കൊണ്ട് ഇവിടെയൊക്കെ പറിച്ചെത്തും. പിന്നെ നമുക്ക് ഓരോ പറിക്കുന്ന അങ്ങോട്ട് പോവാം. പിന്നെ അടിഭാഗം കണ്ടില്ലേ, ഇങ്ങനെ നല്ല നമ്മളെ ചെത്തിക്കൂട്ടി മൂടിയതുകൊണ്ട് നല്ല വൃത്തിയുണ്ട്. കണ്ട പഴുത്തിട്ട് കൊഴിഞ്ഞത്. അപ്പൊ ഇതിങ്ങനെ പെറുക്കിയെടുക്കാൻ എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ നമ്മള് കുറച്ച് പണി കൂടിയാലും തോട്ടം ഇതുപോലെ വൃത്തിയാക്കി വെച്ചുള്ളത്. തോട്ടത്തിന്റെ അടിഭാഗം ഇങ്ങനെ ആയാല് അധികം ആളുകളും കുറെ മരുന്നൊക്കെ അടിച്ചിട്ട് ആ കള ഇങ്ങോട്ട് പോയിട്ട് കള അങ്ങനെ വാടിയിട്ടുണ്ടാവും, പക്ഷെ ചോട് വൃത്തിയായിട്ടുണ്ടാവില്ല. ഇങ്ങനെ വൃത്തിയാക്കിയാൽ നമുക്ക് പറി കഴിഞ്ഞാലും പറഞ്ഞല്ലോ, ഇനി പെറുക്കുന്ന ഒരു പണിയും കൂടെ ഉണ്ട്. എന്നാലും പറിക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ നാസറക്കും പീക്കിലൊക്കെ പെറുക്കിയും വരുന്നുണ്ട്. ഷീറ്റിൽ നിന്ന് തെറിച്ചു പോകുന്നൊക്കെ കൈയോടെ പെറുക്കി വരുന്നുണ്ട്. അല്ല ഇവിടെ കണ്ടോ, ഇത്രയും കാപ്പി പതിന്ന് പഴുത്തിട്ട് ഓവർ പഴുത്ത് കഴിഞ്ഞാൽ അതാ പറഞ്ഞു, മിനിഞ്ഞാത്ത മഴയത്തെ പെയ്തിനെങ്കിൽ പഴുത്ത കാപ്പി മുഴുവൻ ചോട്ടിലാവുന്നു. ഇത്രയും ഇപ്പൊ ഇതിന്റെ അടിയിൽ ഞാൻ പെറുക്കിയെടുത്താ കാപ്പി. നമുക്ക് പഴുത്തിട്ട് ഓവർ പഴുപ്പ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് കറക്കുക ചെയ്യാം. പക്ഷെ ഇങ്ങനെ പഴുത്ത് കഴിഞ്ഞാല് കാപ്പിക്ക് നല്ല തൂക്കം കിട്ടും കേട്ടോ. ഏറ്റവും നല്ലത് നല്ല പഴുത്തിട്ട് കാപ്പി പറിക്കുന്നതാണ്. പച്ചയിൽ പറിച്ചു കഴിഞ്ഞാൽ കാപ്പിന്റെ ക്വാളിറ്റി പോവും, തൂക്കമൊക്കെ കുറയും. തൂക്കം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണക്കി എടുക്കുമ്പോൾ വെയിറ്റ് നല്ല കൂടുതൽ ഇട്ടും നല്ല പഴുത്താൽ. ഒരു ചെനപ്പ് കഴിഞ്ഞത് മുതൽ കാപ്പി പറിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ചെനപ്പ് പറഞ്ഞാൽ നേരം കൊണ്ട് മാറി തുടങ്ങിയത് മുതൽ നല്ല പഴുത്ത വരെയുള്ള കാപ്പികൾ പറിച്ചാൽ നല്ല ക്വാളിറ്റി ഉണ്ടാവും കാപ്പിക്ക്, നല്ല വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതാണ്ടില്ലേ പരിപ്പാക്കിയത്. ഈ കൊമ്പ് നോക്ക്, ഇപ്പൊ പഴുത്ത കാപ്പി ഒന്നുമില്ല, പറിച്ച പോലെ ഇങ്ങോട്ട് നോക്കില്ല പരിപ്പ്. ഇതൊക്കെ നല്ലൊരു പണിയാണ്. ഇപ്പൊ പെറുക്കാൻ നിന്നാലേ സമയം പോവും. എന്തായാലും പരിപ്പൊന്ന് ഒരു റൗണ്ട് പെറുക്കി വരാം. പീക്കിരി വരാം. അവിടെയൊക്കെ ഇന്നലെ പറിച്ച മരത്തിലൊക്കെ കുറെ പരിപ്പുണ്ട് പറഞ്ഞു. അതുപോലെ നല്ല പരിപ്പ് വവ്വാലാക്കിയിരുന്ന കാണിച്ചു കൊടുക്കുക. അല്ല പച്ചല്ല, ഇങ്ങോട്ട് ഇത് ഇതൊക്കെ ഇതിന്ന് കൊഴിഞ്ഞതാണ്. പക്ഷെ ഇത് കാണാൻ പറ്റും, നല്ല വൃത്തിയാക്കിയുണ്ട്. ഇതെവിടെയും പരിപ്പ് തന്നെയാണ്. ഇതാണ് വേഗം പറിച്ചെത്തിയിട്ടില്ലെങ്കിൽ ഇതിങ്ങനെ പണി കിട്ടി. പരിപ്പൊക്കെ എന്ന് പറഞ്ഞാല് പെറുക്കിയെടുക്കാൻ അത്രയും ക്ഷമ വേണം, വേഗം കഴിയൂല. അതാണ് പ്രശ്നം, നമ്മുടെ സമയങ്ങൾ പോകും. ഈ സൈഡൊക്കെ പച്ച അല്ലേ. അവിടെ നമ്മൾ കണ്ട കള, ഇതുപോലുള്ള കള ആയി കഴിഞ്ഞാൽ നല്ല പണി. ഇത് നമ്മള് ഇഞ്ചിയുടെ ഏരിയയിലാട്ടോ. അതുകൊണ്ടാണ് നമ്മള് അവിടെ ചെത്താന്നത്. അടിയിലൊക്കെ ഇഞ്ചി ഉണ്ട്, ഇഞ്ചി കളച്ചെടുക്കാണ്ട്. അതാണ് അടിഭാഗത്ത് ഇങ്ങനെ കള വരുന്നത്. ഇവ അങ്ങനെ പോവാ. എന്തായാലും ഓരോട് വേഗം തന്നെ പറിച്ച് സ്പീഡാക്കി വന്നോട്ടെ.
അടക്കിപ്പറി പോലെ തന്നെ ആയി. എന്നാലും നമ്മൾ ഇതാ ഇങ്ങനെ വരുമ്പോ കണ്ടില്ല, ഇങ്ങനെ പച്ച പറിച്ചിട്ടും കാര്യമില്ല. ഇവിടെയൊക്കെ പച്ചയാണ്. കരിമ്പച്ച, ഒരു കരിമ്പച്ചന്റെ അടുക്ക് ഒരു പഴുത്തത്, അങ്ങനെ. അതിന് വേണ്ടി അവിടെ എല്ലാം പഴുത്ത്, ഇതാ എല്ലാം പഴുത്ത വരാം. അങ്ങനെയാണ് ഇവിടെ പച്ച അങ്ങനെ ആയിട്ട്. അതൊക്കെ എങ്ങനെ അവിടെ കിടന്ന് നല്ല പെറുക്കല. ഇതാ തെറിക്കുന്നത് അപ്പൊക്കെ എങ്ങ പെറുക്കുണ്ട് ആസ്രാക്ക. ഇതാ അപ്പൊ ഇതാട്ടോ നമ്മളെ പറിക്കുന്നതാ. പീക്കിരി ഉണ്ട്, നാസ്രാക്കുണ്ട്, നല്ല പറയിലാണ് ഒരു. ഇതെന്തായാലും നമുക്ക് ചാക്കിലിടാം. ഇതണ്ടില്ലേ, ഇങ്ങനെയാണ് നമ്മളെ കാപ്പി പറി. ഇവിടെ കല്ലും പഴുത്താല്ലേ. നമ്മള് എന്താ ചെറിയ കസാലയും വെച്ചിട്ടുണ്ട്. നാസർ കൈമലാണ് പീക്കിരി കണ്ടില്ലേ, മുകളിൽ കയറിയിട്ടാട്ടോ പറി. പിന്നെ ഇവരൊക്കെ കയ്യില് ഗ്ലൗസ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ കാപ്പി സീസൺ ആയാലും ഏറ്റവും നല്ല സെയിൽ നടക്കുന്ന സാധനമാണ് ഇങ്ങനത്തെ ഗ്ലൗസ് കേട്ടോ. തണുപ്പല്ലേ, ഇന്നൊക്കെ എന്താ തണുപ്പ് രാവിലെ എന്നറിയാം. അപ്പൊ തണുപ്പിന് വന്നിട്ട് ഇതൊന്നും പറിച്ച് തുടങ്ങണം. അല്ലെങ്കിൽ വീക്കിൽ ഇന്നാലും എഞ്ചിൻ അങ്ങോട്ട് ചൂടാവുള്ളൂ അല്ലേ. വീക്കിൽ രാവിലെ വന്നിട്ട് ഇങ്ങനെ കൂരം പിടിച്ചത്. ഇപ്പൊ നല്ല ആക്റ്റീവായി വെയിലൊക്കെ വന്നപ്പോ അങ്ങനെ പറിച്ചിടും. ഇതിപ്പോ ഒരാള് ഇങ്ങനെ അടുപ്പിച്ചന്നെ താഴെയുള്ള ഒരാളും പറിക്കും. അങ്ങനെ രണ്ടാൾ കൂടിയിട്ട് ഒരു മരം പറിച്ചു കഴിഞ്ഞാൽ വേഗം പറി തീരും കേട്ടോ. അപ്പൊ താഴെയുള്ള നാസർക്ക് ഇങ്ങനെ പറിക്കും, മുകളിൽ കയറിയിട്ട് പീക്കിരിക്ക് എളുപ്പമല്ല. അപ്പൊ അവൻ അങ്ങനെ പറിച്ചു പോകുന്നുണ്ട്, വേഗം പണി ചെയ്തും. ഈ ഒരു കൊമ്പിലൊക്കെ നോക്ക്. എനിക്കും പറിക്കാൻ ആഗ്രഹമൊക്കെ ഇവരപ്പം നിന്നിട്ട്, എന്താ നമുക്ക് സമയമില്ല, അവിടുത്തെ പണികൾ നടക്കണ്ടേ. ഇപ്പൊ നാസർക്ക് അവിടെ ചെയ്യുന്ന പണികളൂടെ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ എടുത്തു തീർക്കണം. നാസർക്ക് ഫുള്ള് കാപ്പിയറി തുടങ്ങി കഴിഞ്ഞാൽ ഫാമിൽ മറ്റു പണികളൊന്നും നാസർക്ക് അങ്ങനെ ചെയ്യൂല. എന്താ വെച്ചാൽ ഇതുവരെ തീർക്കേണ്ടതുകൊണ്ട്. അതാ ഇതിനിങ്ങനെ തെറിക്കും. പീക്കിരി പെറുക്കണ അല്ല, പീക്കിരി ആയിപ്പോയി. പീക്കിരി പറിക്കുന്നത് കെങ്ങ പെറുക്കുക, അങ്ങനെ തെറിക്കും. അതെന്തായാലും നമുക്ക് ഷീറ്റ് വിരിച്ചാലും നിലത്ത് അങ്ങനെ വീഴുന്നത് കുറച്ച് ഭാഗം. നല്ല എൻ്റെ കെങ്ങ് നല്ല സൂപ്പർ കെങ്ങയാണ്. കെങ്ങ എന്താ ഫസ്റ്റ് വീഡിയോയിൽ മുഖം കാണിക്കാതെ എന്തോ ദേഷ്യം പിടിച്ചോലെ കെങ്ങ? ഫസ്റ്റ് മുഖം കാണിക്കുന്നേ ഇല്ല. നമ്മൾ ഫസ്റ്റ് ഷോട്ട് എടുത്തപ്പോ മടിയായിട്ട് ഞങ്ങൾക്ക് വേണ്ട. കെങ്ങ ഉള്ളതുകൊണ്ട് എല്ലാം പെറുക്കി തരുന്നുണ്ട്. ഇവിടെയൊക്കെ കാപ്പി പെറുക്കണ്ട്. ഇത്രയും പെറുക്കിയോ? ഈ ഷീറ്റ് ഇങ്ങോട്ട് വാരിയിട്ടുണ്ടോ? കെങ്ങ കുറെ കാണിച്ചു തരുന്നത്. കെങ്ങനോട് ഒരു കൊട്ട പെറുക്കിയാക്കണം എന്ന് പറഞ്ഞാണ്. അപ്പൊ കെങ്ങനി അവിടെ വീണത് ഇങ്ങോട്ട് പെറുക്കി അല്ല വാരിയിരുന്നുണ്ടാവില്ല. എന്ത് പീക്കേരി എന്താ പറയുന്നുണ്ട്. അവിടെ കുറച്ച് കാപ്പി ഇതങ്ങോട്ട് വാ. അപ്പം ഇങ്ങനത്തെ പറി തുടങ്ങിയതിനു ശേഷം നമ്മള് പറി സ്പീഡായിട്ട് ആദ്യമൊക്കെ നമ്മള് കൊട്ട, ആദ്യം കൈക്കൊട്ടയില്ലേ, അതുപോലെ കെങ്ങനോട് പറഞ്ഞാൽ ഇതുപോലെയുള്ള ചെറിയ കൈക്കൊട്ടയിലും പറികളുടെ ഓരോ ഭാഗങ്ങൾ കാണിച്ചു തരാം. അന്ന് നമ്മൾ വീഡിയോ എടുത്തില്ല. ആദ്യമൊക്കെ അത് ഇങ്ങനെ പിടിച്ചിട്ട് ഈ ചെറിയ കൈക്കോട്ട വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ഊരിയിടായിരുന്നു കാപ്പി. ഇങ്ങനെ പിടിക്കുക. നമ്മളെ കാപ്പി നല്ല സ്പീഡിൽ കിട്ടുന്നുണ്ട് കേട്ടോ. ചില തോട്ടത്തിലെ കാപ്പിക്ക് ഭയങ്കര ഉറപ്പായിരിക്കും, അപ്പൊ കൊമ്പ് പൊട്ടൽ കൂടും. എന്താ പറയണേ? പീക്കിരി എന്തൊക്കെയാ ഡയലോഗ് അടിക്കുന്നത് അവിടുന്ന്. പീക്കിരി പല തോട്ടങ്ങളും അറിയാലോ. ഇവിടെ കുറച്ച് സ്പീഡിൽ പറിക്കാൻ പറ്റുന്നുണ്ട് അവൻ പറഞ്ഞു കേട്ടോ. ഉറപ്പില്ലാന്ന്. അതുകൊണ്ട് എന്തായും ഈ കൊമ്പ് പൊട്ടൽ കുറെ കുറയും. അപ്പൊ ഇങ്ങനെ പറിച്ചെടുക്കലേനു. പിന്നെ അത് മാറിയിട്ട് ഇതുപോലെയുള്ള വലിയ കൊട്ട ഇതിലിതാ നമ്മള് ഷീറ്റിൽ നിന്ന് കാപ്പി എടുത്തിട്ടുണ്ട് കേട്ടോ. അവര് ഇങ്ങനത്തെ കൊല കാണുന്നത് വേഗം അടർത്തിയിട്ടില്ലെങ്കിൽ പിന്നെ ഉണങ്ങി കഴിഞ്ഞാൽ ഭയങ്കര പണിയാണ്. നമുക്ക് ഇതാദ്യം ഒന്ന് നമ്മളെ ചാക്കിലിടാം. ഇതൊരു പറിച്ച കാപ്പികള് ഇലകളും കമ്പൊക്കെ നീക്കിയിട്ട്, എന്നാലും ചെറിയ കമ്പൊക്കെ ഉണ്ടാവും, നമ്മൾ കളത്തുന്ന മാറ്റുക. ഇതുപോലെ ചാക്കിൽ സെറ്റാക്കി വെക്കും. പിന്നെ ഇങ്ങനത്തെ കൊട്ട കയറ് കെട്ടിയിട്ട് കഴുത്ത് തൂക്കിയിട്ട് പറയുണ്ടായിരുന്നു. ഇങ്ങനെ പിടിക്കും, ഇങ്ങനെ ഉണ്ടാവുക, ഇങ്ങനെ റൗണ്ട് ചെയ്ത് വരും. ആ പറയും മാറ്റിയിട്ടാണ് നമ്മളിപ്പം ഓരോ ഐഡിയകൾ ഇങ്ങനെ മാറുകയല്ലേ. ഇപ്പൊ ഒരു 3-4 വർഷമായിട്ട് 4-5 വർഷമായി ഈ ഒരു ഐഡിയയിലോട്ട് വന്നിട്ട്. അപ്പോൾ എന്താ പണി പെട്ടെന്ന് നീങ്ങി. അങ്ങനെയാണ് കാപ്പിയറിയിൽ ഓരോ എളുപ്പം കണ്ടെത്തി. ലാസ്റ്റ് ഇനി എന്താ, ഇനി വലിയ മെഷീൻ ആയിരിക്കും വരിക. മെഷീൻ ഉണ്ടാവും ചിലപ്പം. ഇനി ബ്രസീലിലൊക്കെ എന്തായാലും അവിടെ കണ്ടുപിടിക്കും. നമ്മളെ ഇന്ത്യയിൽ കഴിഞ്ഞ പിന്നെ കൂടുതൽ കാപ്പിയുള്ള രാജ്യങ്ങളല്ലേ ബ്രസീലൊക്കെ. അപ്പം അവിടെയൊക്കെ ഇനി ഈ സിസ്റ്റം വന്നു കഴിഞ്ഞാൽ അതും ഇങ്ങോട്ട് വന്നോളും. അവിടെ പറിച്ചു കഴിഞ്ഞോ? അപ്പൊ നമ്മൾ ഇങ്ങനെ നീക്കി പോണം. പിടിച്ചെടുക്കാൻ ഷീറ്റ് ഇതിങ്ങനെ ഒരു ഭാഗം പറിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഷീറ്റ് ഇങ്ങനെ വലിച്ചാവാതൊക്കെ നീക്കണം കേട്ടോ. പറിക്കുന്ന ഭാഗം ഇത് ഇവിടെ ഉണ്ടല്ലോ. ആസർക്ക് ഒരു ഭാഗം ഉണ്ട് കേട്ടോ. അങ്ങോട്ടുണ്ട്. വലിയ ചെടിയൊക്കെ പടർന്നുണ്ടാകുന്നതുകൊണ്ട് ഓരോ മൂലയിലും ഇങ്ങനെ ചുറ്റിലും പോണം.
ഒരു കൊമ്പ് ചിലപ്പം കുറച്ച് മുരട് ചെടി നിൽക്കുന്ന അവിടെ ആയിരിക്കും, പക്ഷെ ആ കൊമ്പ് നിൽക്കുന്ന ഈ എൻഡിലായിരിക്കും. അങ്ങനത്തെ പണികളൊക്കെ ഉണ്ട്. മഴക്കാറുണ്ടല്ലോ ഇന്നും. മഴ ഇപ്പൊ പെയ്താണ്. അങ്ങോട്ടൊക്കെ നല്ല പഴുത്തുണ്ട് കേട്ടോ. കാപ്പി മുന്നിക്കൊക്കെ ഫുള്ള് പഴുത്താ. നേരെ തന്നെ പോണ്ടി വരും. കോട മൂടിയൊന്നല്ല, മഴക്കാറാണ്. കോട അവിടുന്ന് മഴക്കാറും കോടയും. ഇപ്പം വരെ കോട മൂടിയതാണ് പീക്കിരി. അതാ എന്ത് ഓനെ ഓരോ ഭാഷ എന്താ പറഞ്ഞേ? അങ്ങനെ പറഞ്ഞ എന്താ? അങ്ങനെ പറഞ്ഞാല് പുല്ലില്ലേ, പുല്ലിന്റേതാണ്. എങ്ങനെ പുല്ല് ഉണങ്ങാൻ വേണ്ടിട്ടാണ്. അങ്ങനെ പുല്ലുണങ്ങരവേക്കായിട്ട് അങ്ങനെ പറഞ്ഞാല് പുല്ല് ഉണങ്ങാനാണ് മലയത്തെ. ഇവർക്ക് തേനൊക്കെ എടുക്കണമെങ്കിൽ മലയത്തെ പുല്ല് കരിഞ്ഞാൽ എളുപ്പമാണ്. അതാണ് ഇങ്ങനത്തെ കാലാവസ്ഥ. അച്ഛാ പിന്നെ അപ്പോട്ടിന് ഇനി മഷിട്ടാ കിട്ടൂല കേട്ടോ. പീക്കിരിനെ മാത്രം ഇപ്പൊ കിട്ടിയിട്ടുള്ളൂ. അപ്പോട്ടിനും ഇവന്റെ അമ്മയും ഇവന്റെ അച്ഛനും അമ്മയും ഒക്കെ ഇപ്പം കാട് കയറിയിട്ടുണ്ട്, ഫോറസ്റ്റിലുള്ളത്. ഇനി ഒരു തേനൊക്കെ കഴിഞ്ഞ് നമ്മൾ വിഷു ഒക്കെ കഴിയുമ്പോൾ വരും. ഇടയ്ക്കൊന്ന് വരും വീട്ടില്, അല്ലാതെ ഫുൾ ടൈം ഇനി കാട്ടിനുള്ളിലാണ്, ഫോറസ്റ്റിലാണ്. അതുകൊണ്ട് ഇപ്പൊ പീക്കിരിനെ ഇവിടെ പിടിച്ചു നിർത്തിയതാണ്. നമുക്ക് ഇല വെട്ടിത്തരാനൊന്നും ആളില്ല. ഹലോ കൊട്ട എടുക്കൂ, ഇതാ ഇവിടെ പെറുക്കാനുണ്ട്. എവിടെ കൊട്ടക്കാട് കൊണ്ടുവച്ച് ഇപ്പൊ ഇതിന് പെറുക്കൽ കഴിഞ്ഞോ? അല്ല ഓൻ ഇഷ്ടത്തിന് പെറുക്കാന്ന് പറഞ്ഞിട്ടില്ല, നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ. ഈ പറഞ്ഞല്ലേ പെറുക്കാൻ, ഞാൻ പറഞ്ഞല്ലോ. എന്താ ഉണ്ടാത്? ഓനാണ് ഇഷ്ടത്തിന് പറഞ്ഞാണ്. ഇത് കെങ്ങനെ ഗ്ലൗസ് ആട്ടോ, പീക്കിരിക്ക് കൊടുത്താ. കെങ്ങ അതൊക്കെ ഇട്ടിട്ടാ വന്ന് ഇതൊന്ന് പീക്കിരിക്ക് കൊടുക്കാൻ. പീക്കിരിയല്ലേ പറിക്കുന്നത് പറഞ്ഞു. അപ്പൊ നമുക്ക് ഇന്നലെയൊക്കെ പറിച്ച കാപ്പികളും കൂടെ ഒന്ന് കാണിച്ചു കൊടുക്കാം. വീഡിയോ ഇങ്ങനെ വലിയ ലെങ്ത് ആയി പോകുന്നത്, അതപ്പോൾ ഇങ്ങനെ വിരിക്കും കേട്ടോ. ഇവിടെ കണ്ടില്ലേ, നമ്മൾ പറിക്കുന്ന കാപ്പി ഓരോ ദിവസം നമ്മൾ ഇതുപോലെ ഇങ്ങനെ കൊണ്ടുവെക്കും. കെട്ടി വെക്കൂല. നമ്മളിപ്പോ ഇന്നത്തോടുകൂടെ പറി കഴിയും. നാളെ ഞായറാഴ്ച ലീവല്ലേ, നാളെ നമ്മളൊക്കെ ഇനി കളത്തിലിട്ട് ഉണക്കാടും. അപ്പൊ ആദ്യത്തെ ഉണക്കാടല് നാളെയാണ്. അപ്പൊ അതാ കാപ്പികളൊക്കെ ഒന്ന് ഇതെല്ലാം ചാക്കിൽ നിറച്ച് വെച്ചിട്ടുണ്ട്. ഒരിക്കലും കാപ്പി ഇങ്ങനെ കൊടുത്തിട്ട് ഇങ്ങനെ കൂട്ടി കെട്ടി വെക്കരുത്. ചൂടായി കഴിഞ്ഞാൽ കാപ്പിക്ക് പൂപ്പലും കൂടും, കാപ്പി കേടും. ഇങ്ങനെ കറക്റ്റ് അതിന്റെ തൊലിക്കൊക്കെ തൊലിയൊക്കെ അലുത്തു വരൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പം നല്ല ക്വാളിറ്റിയിലും കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ ഇതുപോലെയൊക്കെ ചെയ്യണം. പിന്നെ ഇങ്ങനെ പഴുത്ത് കഴിഞ്ഞാലാണ് നമ്മളല്ലോ നല്ല കാപ്പി നമുക്ക് കിട്ടും. ഇത്രയെങ്കിലും പഴുക്കണം. കുറച്ചൊക്കെ പച്ച വരും. ഇവിടെ നോക്കി നമ്മളെ ഇതിനോട് ചേർന്ന് നമ്മൾ ഷെഡിനോട് ചേർന്നിട്ടൊക്കെ കാപ്പിയിൽ കണ്ട നല്ല പഴുത്തുണ്ട്. അപ്പൊ ഒരു പറിച്ചിങ്ങോട്ടൊക്കെ എത്താണ്ട് ഏകദേശം ഒരുവിധമൊക്കെ നല്ല പഴുത്തിട്ട് തന്നെ ഉണ്ട്. അപ്പൊ ഫസ്റ്റ് റൗണ്ടിൽ എല്ലാ പ്രാവശ്യം നമുക്ക് ഫസ്റ്റ് റൗണ്ടിൽ കുറച്ചും രണ്ടാം റൗണ്ടിൽ കൂടുതലാണ്. ഇപ്രാവശ്യം നേരെ തിരിച്ചാ വന്നിട്ടുള്ളത്. ഫസ്റ്റ് റൗണ്ടിൽ തന്നെ പഴുത്തത് മുഴുവൻ പോരുമ്പോൾ തന്നെ ഏകദേശം കാപ്പി കറി ആവും. രണ്ടാം റൗണ്ട് പ്രാവശ്യം കുറവായിരിക്കും. ഇത്രയുള്ള ഇന്നത്തെ വീഡിയോയിൽ. അപ്പൊ നാളത്തെ നില ഇനി അങ്ങോട്ട് ഒരു മാസം വരെ ഒരാഴ്ച ഇങ്ങനെ പറിക്കും, അത് ഉണക്കും. ഇനി ഓരോ കാര്യങ്ങൾ നമ്മൾ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് കാര്യങ്ങളൊക്കെ എന്തായാലും വീഡിയോയിൽ കാണിക്കും. മുഴുവനായിട്ട് കാപ്പിയറി കാണിക്കാൻ ഒരു മാസം ഫുള്ള് കാപ്പിയറിന്റെ വീഡിയോ ഉണ്ട്. ഇനി അങ്ങോട്ട് ഞങ്ങളുടെ ഉത്സവകാലമാണ്. എന്താ വെച്ചാൽ കാപ്പിയറി എന്ന് പറഞ്ഞാൽ ഞങ്ങളെ വയനാട്ടുകാരെ സംബന്ധിച്ച് ഉത്സവം തന്നെയാണ്. അത്യാവശ്യം വില ഉണ്ട്, എന്നാലും ഇപ്പം വില കുറച്ച് താഴേക്ക് വരുന്നുണ്ട്. ഇനി മാർക്കറ്റൊക്കെ എന്താണെന്നല്ല, റെക്കോർഡ് വിലയായിരുന്നു കഴിഞ്ഞ വർഷം. ചാക്കിന് 15,000 മുകളിൽ വരെ വില വന്നിരുന്നു. ഇപ്പൊ അത് 11,000 താഴേക്ക് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് സീസൺ തുടങ്ങുമ്പോഴാണ്. ഇനി അങ്ങോട്ട് ചിലപ്പോൾ കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ സീസൺ എന്ന് പറഞ്ഞാൽ കാപ്പി പറയും ഇങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ വില ഇനിയും മാറുന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഈ വർഷം കൂടി ഈ വില വന്നാൽ ഒരുവിധ ആളുകളുടെ പ്രശ്നങ്ങളൊക്കെ, പക്ഷേ തീരെ കടങ്ങളും കാര്യങ്ങളൊക്കെ ഒരുവിധ ആളുകൾക്കൊക്കെ കാപ്പിക്ക് വില ഉണ്ടെങ്കിൽ തീർക്കാൻ കഴിയും.